വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ റീസൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിതിന് മുൻപ് പലതവണ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉപേക്ഷിച്ച ഒരാളാണ്. കാരണം ഞാൻ റെസിപ്പീസ് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കേക്ക് വേണം, അതല്ലാന്നുണ്ടെങ്കിൽ പാൻ കേക്ക് വേണം, പിന്നെ അത് മുക്കി പൊരിക്കാൻ ഒരു ബാറ്റർ തയ്യാറാക്കണം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇരട്ടിപ്പണി ആയതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് ഉപേക്ഷിച്ചു കൊണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കവിത എനിക്ക് വാട്സപ്പിൽ ഒരു ചെറിയ വീഡിയോ അയച്ചു തന്നത്. ഒരു കൊറിയൻ വീഡിയോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഭാഷ കേട്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. അതൊരു 30 സെക്കൻഡിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ കവിത ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തതിന്. കൊറിയൻ ഭാഷയാണെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അതന്നെ ധാരാളം. പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി. പക്ഷെ ആദ്യത്തെ പരീക്ഷണം ഫ്ലോപ്പായിരുന്നു, എന്നത്തെയും പോലെ തന്നെ. കാരണം അതിൻ്റെ ബ്രെഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആണെങ്കിൽ നമ്മുടെ വീനാസ് കറിവേളിലുണ്ട്. അതായത് വാനില ഐസ്ക്രീം ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് ഉണ്ട്, പിന്നെ മാംഗോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കുക. പക്ഷേ അതിനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക ഐസ്ക്രീം, അതിനുശേഷം ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുക. എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ ഈസി പീസി ആയിട്ടുള്ള ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രൈഡ് ഐസ്ക്രീം നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഫ്രൈഡ് ഐസ്ക്രീം പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ്. അതായത് ബ്രെഡ് വെച്ചിട്ടാണ് ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ബ്രെഡാണ്. ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. അതായത് നമ്മൾ ബ്രെഡ് വലിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വലിയുന്ന ടൈപ്പ് ആയിരിക്കും ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് എന്ന് പറയുന്നത്. അതായത് ഒരു മിനിമം 8 ദിവസമെങ്കിലും അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ബ്രെഡ് ഇന്ന് വാങ്ങിച്ചിട്ട് ഇന്ന് മുതൽ 8 ദിവസം വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. അതേസമയം സാധാരണ ബ്രെഡ് ആണെങ്കിൽ ഒരു 4 ദിവസമൊക്കെയാണ് മാക്സിമം ഡേറ്റ് ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പൊടിഞ്ഞു വരും. ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് നോർമൽ ആയിട്ടുള്ള ബ്രെഡ്. ഞാനതാണ് സ്ഥിരം ഉപയോഗിക്കാറ്. സാധാരണ രീതിയിൽ ഞാൻ വാങ്ങിക്കാറില്ല. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ബ്രെഡ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതുപോലെ തന്നെ സാധാരണ ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ 2 ബ്രെഡിൻ്റെ സ്ലൈസ് ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം, ഇപ്പോൾ ഏത് ഐസ്ക്രീം ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബട്ടർ സ്കോച്ച് ആണെങ്കിലും വാനില ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. 1 ടേബിൾ സ്പൂൺ. കാരണം നമ്മുടെ എത്ര വലുതാണോ നമ്മുടെ ബ്രെഡ് അതിനനുസരിച്ച് വേണം നമ്മൾ ഐസ്ക്രീം സ്കൂപ്പിൻ്റെ അളവ് തീരുമാനിക്കും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഐസ്ക്രീം. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹൈറ്റിൽ വെക്കേണ്ട. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ഇതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മേലെ കൂടെ നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡ് വെക്കാം. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. സാധാരണ രീതിയിൽ കേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ പാൻ കേക്ക് വെച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കി ബാറ്ററിൽ മുക്കി പൊരിക്കുന്ന അതിന് കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഐസ്ക്രീം വെച്ചിരിക്കുന്നതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ്സോ ഒരു കപ്പോ മഗ്ഗോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ലോങ് ലാസ്റ്റിംഗ് ബ്രെഡിൽ അങ്ങനത്തെ ഒരു ഗുണം, ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. അപ്പോൾ വലിഞ്ഞോളും അത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഇവിടെ നല്ലതായിട്ട് സീലായിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ സീലായി കിട്ടിയിട്ടില്ലെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സീലായി കിട്ടിക്കോളും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം മിഡിലിൽ ഐസ്ക്രീം ഉണ്ടായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സൈഡിലൊന്നും ഐസ്ക്രീം ആവാൻ പാടില്ല. എന്നിട്ട് ഇത് നമുക്ക് ഉടനെ തന്നെ ഫ്രീസറിൽ എടുത്ത് വെക്കാം. കാരണം ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസ്ക്രീം ആകെ ഒലിച്ചു പോകും. അപ്പോൾ ആ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഓരോന്നും ഉണ്ടാക്കുക, അതിനുശേഷം നമുക്കിതങ്ങ് ഫ്രീസറിൽ കൊണ്ട് വെക്കുക കേട്ടോ. ഇനി ഞാനിത് മറ്റേ സാധാരണ ബ്രെഡിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സാധാരണ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ഒരു 4 ദിവസം ഡേറ്റുള്ള ബ്രെഡാണ്. ഓക്കെ, ഈ ബ്രെഡിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഐസ്ക്രീമൊക്കെ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസറിലൊന്ന് കൊണ്ട് വെച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ നേരമായി പുറത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ഇടുക. കുറച്ച് പരത്തി വെക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ എന്തായാലും ഇതങ്ങ് കട്ട് ചെയ്യിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അങ്ങ് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ
ഇതിൽ ഹോൾസൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. പിന്നെ മാത്രമല്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ് മറ്റേ ബ്രെഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് സൂത്രം ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എന്നിട്ട് നമുക്കിതങ്ങ് പ്രസ് ചെയ്തെടുക്കാം. മിഡിൽ പോർഷനിൽ വെച്ചിട്ട് പതുക്കെ, ഒരുപാട് ഒന്നും വേണ്ട, വെറുതെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇതങ്ങ് പോരും. ഇത് ബ്രൗൺ ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഹോൾസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അങ്ങ് പോരും. അപ്പം തന്നെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഭാഗങ്ങളില്ലേ അതങ്ങോട്ട് എടുക്കുക. ഇത് നനച്ചിട്ട് ആ ഹോളുള്ള ഭാഗത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, ഒട്ടിച്ച് കൊടുത്താൽ മതി. കാരണം ഇത് ഫ്രീസറിൽ ഇരിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും, ഒട്ടിപ്പൊക്കോളും. പിന്നെ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാലും ഒരിക്കലും അത് പുറത്തേക്ക് അങ്ങ് വരില്ല. അപ്പോൾ ഞാനിത് ഇതിൽ നിന്നൊരു പോർഷൻ ബ്രെഡ് എടുത്തിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഐസ്ക്രീം പുറത്തേക്ക് കാണുന്നു എന്ന് തോന്നുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, കാരണം നമ്മൾ പല വീഡിയോകളിൽ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അവർ ബ്രെഡ് കാണിച്ചു, പ്രസ് ചെയ്തു, ഈസി ആയിട്ട് വരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് അതാണെന്ന് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഈ ബ്രെഡ് ആദ്യമായിട്ട് ഞാൻ ഈ ബ്രെഡ് വെച്ച് ചെയ്തപ്പോൾ ഇതുപോലെ അബദ്ധം പറ്റി. അപ്പോഴാണ് ഞാൻ ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വീഡിയോയിൽ കണ്ടത് ലോങ് ലാസ്റ്റിംഗ് ബ്രെഡാന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഹോൾസ് ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പോർഷൻസ് എടുക്കുക, എന്നിട്ട് നനയ്ക്കുക, എന്നിട്ട് അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാണുന്നില്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ നനച്ചിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഈ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കൈ ഒന്ന് നനച്ചോ, കൈ നനച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ ബ്രെഡിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് കിട്ടാൻ ഇതിന് പാടാണ്. എന്നാലും ഇത് ഒട്ടിയിരുന്നാൽ മതി. ഐസ്ക്രീം പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മൊത്തത്തിൽ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഒന്നും പുറത്തേക്ക് കാണുന്നില്ല. ഇനി നമ്മളിത് മാവിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ മിനിമം, അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂർ ഇപ്പോൾ ഓവർനൈറ്റ് ആയാലൊക്കെ അത്ര നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് വരാം കേട്ടോ. ഇതുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നതുണ്ടോ? അത് ഗ്ലാസ് കൊണ്ട് വെക്കുമ്പോൾ ഇത് ഗുണമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷേ അതേസമയം നേരത്തെ കാണിച്ചു തന്നില്ലേ, നമ്മുടെ സാധാരണ ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല. കാരണം ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് മാത്രമേ ആ ഒരു കൂടുതൽ പശുപശപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഒട്ടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ടല്ലോ. ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇപ്പം ഞാനിപ്പോൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമുക്ക് ഫ്രീസറിൽ വെക്കണം. ആ ഐസ്ക്രീം നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കാൻ വെക്കണം. എണ്ണ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് ഇടാൻ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ആദ്യമേ തന്നെ നമ്മളിവിടെ എടുത്ത് കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരുപാടൊന്നും എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട വശം തന്നെ തിരിച്ചിടണം, പിന്നെ പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സാധാരണ ബാക്കിയുള്ള സാധനങ്ങൾ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഇത് നല്ല ചൂടുള്ള എണ്ണയിലൊക്കെയാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ബ്രെഡിൽ പൊതിഞ്ഞ ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട വശം തന്നെ നമുക്ക് തിരിച്ചിടാം. നല്ല ചൂടുള്ള എണ്ണയാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 2 ഭാഗത്തും ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നമുക്കത് തിരിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് എടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ഈ ഒരു കളർ കേട്ടോ ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതേസമയം ഉള്ളിൽ അധികം മെൽറ്റ് ആയിട്ടുണ്ടാവില്ല. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അടുത്തത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടുക, തിരിച്ചിടുക, എടുക്കുക. എത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ, ഒട്ടും പുറത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ പേടിക്കും ഇത് എക്സ്പ്ലോഡ് ചെയ്ത് പോകുമോ, പൊട്ടിത്തെറിക്കുമോ, ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ ഫ്രീസറിൽ വെറുതെ ഒരു പ്ലേറ്റിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് എടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തു. കണ്ടോ, ഈ ഒരു രൂപത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൈഡ് ഇഡ്ഡലിയുടെ ഷേപ്പിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ നമ്മുടെ സാധാരണ ബ്രെഡ് വെച്ചിട്ട് ഞാൻ സൂത്രപ്പണി വെച്ചിട്ട് അതിന് മുകളിൽ ചെയ്തിട്ടുള്ളത് ഇടാം. നമുക്ക് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതിൽ എന്ത് ചെയ്തു, ഇത് നമ്മുടെ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ. ബ്രൗൺ ബ്രെഡിൻ്റെ ആയതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതും കോരിയെടുക്കാം നമുക്ക്.
അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കുക, ഈസി പീസി ആയിട്ട്. മറ്റേ രീതിയിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈസി പീസി റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ പൊട്ടിയിട്ടുണ്ടെങ്കിലും ആ ബ്രെഡ് നനച്ചിട്ട് ഒന്ന് ആ പാച്ചസ് ഒട്ടിച്ച് കൊടുത്താൽ മതി, ഇപ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റായി മാറും. ഇത് ഉണ്ടാക്കി വശം തന്നെ കഴിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പുറത്ത് നല്ല ക്രഞ്ചിയാണ്, ഉള്ളിൽ നല്ല ഐസ്ക്രീം തന്നെയായിട്ട് ഇരിക്കുന്നതാണ്. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ആ ക്രഞ്ചി സൗണ്ട് കേട്ടോ, നമ്മുടെ ചോക്ലേറ്റ് ലാവ കേക്ക് പോലെ. ഇതേ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഉള്ളിൽ ഒരുപാടൊന്നും മെൽറ്റ് ആയിട്ടില്ല, എന്നാലും ചെറുതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കഴിക്കുക, നല്ല ചൂട്ടോട് കൂടി തന്നെ കഴിക്കുക ഫ്രൈഡ് ഐസ്ക്രീം. അടിപൊളിയാണ്. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ കഴിക്കാം, കാരണം പെട്ടെന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി പോവും. ഓക്കെ അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തുട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐസ്ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. നന്ദു വന്നിട്ട് വേണം കഴിക്കാൻ കൊടുക്കാൻ, കാരണം എനിക്കിപ്പോൾ എല്ലാം കൂടി കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളിയാണ്. ആ ക്രഞ്ചി എഫക്റ്റും ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ആ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് തന്നെ വേണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ബ്രെഡിൽ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുക. ഐസ്ക്രീം പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭംഗി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. അപ്പോൾ ഇതുകൊണ്ട് കഴിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ഫ്രൈഡ് ഐസ്ക്രീം. അതിനുശേഷം എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ. അടിപൊളി ക്രിസ്പി, അതേസമയം നമ്മുടെ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് അങ്ങ് അലിഞ്ഞിട്ടുമില്ല, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇതിലെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. വാവ്, അവി സാരല്ലേ, ഒരു വായ കഴിക്കി എന്തേ പോണു. കുറെ നേരെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ കഴിക്കും. അവസിറ്റാത്തു I don't remember you making it ever. This is the first time you're tasting, right? Fried ice cream. Nice. കുറെ നേരമായി ഉണ്ടാക്കി വെച്ചിട്ട് അത് വരുമ്പോഴേക്കിനും ഉണ്ടാക്കി വെച്ചാണ് അമ്മ. പക്ഷെ കുറച്ച് വെള്ളം പോലെ ആയി അല്ലേ? അമ്മ കഴിച്ചപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. I will do a magic trick. എന്താ ഇവിടെ ബോക്സ് ഒക്കെ വെച്ചിരിക്കുന്നത്? ബോക്സിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പോവാ. അമ്മ ഹൈഡ് ചെയ്യാനേ